സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാർ പണം സ്വന്തം അക്കൗണ്ടുകളിലേക്ക് മാറ്റിയതായി പോലീസിന് തെളിവ് ലഭിച്ചെന്ന വിവരം. ഈ സാഹചര്യത്തിൽ നടൻ കൃഷ്ണകുമാറിനും മകൾ ദിയയ്ക്കുമെതിരെ ജീവനക്കാർ നൽകിയ പരാതി കൗണ്ടർ കേസായി മാത്രം പരിഗണിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് ജീവനക്കാർക്കെതിരായ തെളിവുകൾ പോലീസിന് ലഭിച്ചത്. ഡിജിറ്റൽ തെളിവുകളും ജീവനക്കാർക്കെതിരാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ജീവനക്കാർ പണം എങ്ങനെ ചിലവഴിച്ചുവെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ജീവനക്കാരുടെ അക്കൗണ്ടിൽ വന്ന പണം മറ്റ് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട്. അത്തരം അക്കൗണ്ടുകളെ കുറിച്ചുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പണം പിൻവലിച്ച് ദിയയ്ക്ക് നൽകിയെന്ന് ജീവനക്കാർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ATM വഴി വലിയ തുകകൾ പിൻവലിച്ചിട്ടില്ല എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതേസമയം തട്ടിക്കൊണ്ടുപോകൽ കേസിൽ നടൻ കൃഷ്ണകുമാറും മകൾ ദിയയും മുൻകൂർ ജാമ്യ ഹർജി നൽകി. ഇവർക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്തു എന്നാണ് ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അന്വേഷണം നിർണായക ഘട്ടത്തിലെത്തി നിൽക്കവെയാണ് കൃഷ്ണകുമാറും മകൾ ദിയയും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കും. എന്നാൽ യുവതികളെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. യുവതികളെ ബലം പ്രയോഗിക്കുന്നതായോ ഭീഷണിപ്പെടുത്തുന്നതായോ ഒന്നും ഈ ദൃശ്യങ്ങളിൽ ഇല്ല. അതിനാൽ തന്നെ ഇതും ജീവനക്കാരികൾക്കെതിരാകാനാണ് സാധ്യത.